ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++. C++ എന്ന ഈ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ബെജാർനെ സ്ട്രൗസ്ട്രപ്പ്. ഇറ്റ് ഈസ് എ പവർഫുൾ പോപ്പുലർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ C++ എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നു. ഈ C++ ലാംഗ്വേജിന് ഏത് ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലും അതിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഈ ചാപ്റ്ററിലൂടെ നമുക്ക് തുടങ്ങാം. 4ാമത്തെ ചാപ്റ്റർ. ഓക്കെ, അതിൽ ആദ്യം അടിസ്ഥാനപരമായിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യം ക്യാരക്ടർ സെറ്റ്. ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വാലിഡ് സിംബൽസ് കാൾഡ് ക്യാരക്ടർ സെറ്റ്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് വാലിഡ് സിംബലുകൾ, ക്യാരക്ടറുകൾ, അത് എന്തൊക്കെയാവാം? എനി ലെറ്റർ, ഡിജിറ്റ് ഓർ എനി അതർ സിംബൽ. അപ്പോൾ അതിൽ ലെറ്റർ ഉണ്ടാവാം, ഡിജിറ്റ് ഉണ്ടാവാം, ഏതെങ്കിലും സിംബലുകൾ ഉണ്ടാവാം. അങ്ങനെ ദ സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ് ഇൻ എ ലാംഗ്വേജ് വിച്ച് ഈസ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ദാറ്റ് ലാംഗ്വേജ് ഈസ് നോൺ ആസ് ദ ക്യാരക്ടർ സെറ്റ്. അപ്പോൾ സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ് കൂടി ചേർന്ന് നമ്മളൊരു ലാംഗ്വേജിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഉണ്ടാകുന്നു. അതിനെ കോമൺ ആയിട്ട് കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ക്യാരക്ടർ സെറ്റ്. ആ ക്യാരക്ടർ സെറ്റിൽ ഉണ്ടാകുന്നത് ഏതൊക്കെയാണ്? ഇത് ലെറ്റേഴ്സ് ABCD എക്സ്ട്രാ അപ് ടു Z വരെ. ദെൻ അത് ക്യാപിറ്റലും ആവാം, സ്മാൾ ലെറ്റേഴ്സ് ആവാം. ദെൻ ഡിജിറ്റ് 0, 1, 2 അങ്ങനെ 9 വരെ. ദെൻ സ്പെഷ്യൽ സിംബൽസ് പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ ബ്രാക്കറ്റ്സ്, ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഡോളർ സിമ്പിൾ, സെമിക്കോളൻ, കോളൻ, പെർസെൻറ്റേജ്, അങ്ങനെയുള്ള എല്ലാം, അറ്റ് റേറ്റ്, അതെല്ലാം സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൽ വരുന്നതാണ്. അത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ദെൻ വൈറ്റ് സ്പേസസ്, അത് ബ്ലാങ്ക് സ്പേസ് ഇല്ലേ, ഈ സ്പേസ് ബാർ. ദെൻ ഹൊറിസോണ്ടൽ ടാബ്, കെറേജ് റിട്ടേൺ, ന്യൂ ലൈൻ, ഫോം ഫീഡ് എന്നിവയൊക്കെ വൈറ്റ് സ്പേസസ് എന്നുള്ളതിൽ വരുന്നു. Then other characters C++ can process any of the 256 ASCII characters as data or as literals. മറ്റുള്ള ക്യാരക്ടറുകൾ ഏതെങ്കിലും, അത് നമുക്ക് ഈ C++ തന്നെ 256 ASCII ക്യാരക്ടേഴ്സ് ഡാറ്റയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിലുള്ള അതെല്ലാം കൂടി ചേർന്നതാണ് ഒരു ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്തത് ടോക്കൺസ്. വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ്. അത് ഈ വർഷവും ചോദിക്കും, അടുത്ത വർഷവും നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദെൻ ദ ടോക്കൺസ് ആർ ദ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ പ്രോഗ്രാം. ടോക്കൺസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ പ്രോഗ്രാമിലെ അടിസ്ഥാനപരമായ ബിൽഡിംഗ് ബ്ലോക്കുകളാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. സോ they are also known as the lexical units. Lexical units എന്നുകൂടി ഇവയ്ക്ക് പേര് പറയുന്നു. 5 types of tokens are in C++. ഏതൊക്കെയാണ്? കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് കിൽപോ എന്ന് പറയാം. കിൽപോ ഒരാൾ എന്നെ കൊല്ലാൻ വന്നു, ഞാൻ അയാളോട് പോ എന്ന് പറഞ്ഞു. നമുക്കത് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് കിൽപോ എന്ന രീതിയിൽ സൂചിപ്പിക്കാം. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. KILPO കേട്ടോ, ഓർമ്മിക്കാൻ വേണ്ടി കിൽപോ. ദെൻ കീവേഡ്സ് എന്താ നോക്കാം. The words that convey a specific meaning to the language compiler are called keywords. ഒരു സ്പെസിഫിക് മീനിങ് ലാംഗ്വേജ് കമ്പൈലർക്ക് കൊടുക്കുന്ന വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. സോ ദേ ആർ ആൾസോ നോൺ ആസ് ദ റിസർവ്ഡ് വേർഡ്സ്, ആസ് ദേ ആർ റിസർവ്ഡ് ബൈ ദ ലാംഗ്വേജ് ഫോർ സ്പെഷ്യൽ പർപ്പസ് ആൻഡ് കനോട്ട് ബി റീഡിഫൈൻഡ് ഫോർ എനി അതർ പർപ്പസ്.
ഇതൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന റിസർവ്ഡ് വേർഡ്സ് ആണ്. ഒരിക്കലും മറ്റൊരു പർപ്പസിന് ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് റീഡിഫൈൻ ചെയ്യാൻ പറ്റുകയില്ല. അവയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇതിനകത്ത് 48 കീവേഡ്സ് ആണുള്ളത്. അപ്പോൾ ടേബിളിൽ കീവേഡ്സ് ഓഫ് C++ എന്ന് പറഞ്ഞിട്ട് 4.1 അതിൽ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. സം, ഓട്ടോ, ബ്രേക്ക്, കേസ്, catch, char, class, const, continue, default, delete, do, double, else, enum, extend, float, for, friend, go to, if, inline, int, long, new, operator, private, protected, public, register, return, short, signed, size of, static, struct, switch, template, this, throw, try, type, def, union, unsigned, virtual, void, volatile, while എന്നിവയാണ് 48 keywords that is used in C++ language. Then identifiers. Identifiers are the user-defined words that are used to name different programming elements such as memory locations, statements, functions, objects, classes, etc. അപ്പോൾ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്ന ടോക്കൺ എന്താണ്? യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആണ്. യൂസർ ഡിഫൈൻഡ് നമ്മൾ കൊടുക്കുന്ന വേർഡ്സ് ആണ്. that are used to name different programming elements. ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് എലമെൻസിന് പേര് കൊടുക്കുന്നു. അതായത് മെമ്മറി ലൊക്കേഷന്, സ്റ്റേറ്റ്മെൻറ്റുകൾക്ക്, ഫങ്ഷനുകൾക്ക്, ഒബ്ജക്റ്റുകൾക്ക്, ക്ലാസ്സുകൾക്ക് അങ്ങനെ ഉപയോഗിക്കുന്ന യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ദ ഐഡൻറ്റിഫയേഴ്സ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ആർ കാൾഡ് വേരിയബിൾസ്. മെമ്മറി ലൊക്കേഷൻ്റെ ഐഡൻറ്റിഫയേഴ്സിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. So the identifiers assigned to statements are called labels. Identifiers സ്റ്റേറ്റ്മെൻറ്റ്സിനെ അസൈൻ ചെയ്യാൻ വേണ്ടി അവയെ ലേബൽസ് എന്ന് പറയും. The identifiers used to refer a set of statements called function names. സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ റെഫർ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ഐഡൻറ്റിഫയേഴ്സിനെ ഫങ്ഷൻ നെയിംസ് എന്നുകൂടി പറയുന്നു. ഈ ഐഡൻറ്റിഫയേഴ്സ് ഉപയോഗിക്കുമ്പോൾ പാലിക്കപ്പെടേണ്ടതായ കുറേ നിയമങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഐഡൻറ്റിഫയർ ഈസ് എൻ ആർബിട്രറി ലോങ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. ഈ ഐഡൻറ്റിഫയർ ഉപയോഗിക്കുമ്പോൾ ലോങ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ എന്നിവ ഉപയോഗിക്കാം. ദ ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. ലെറ്ററോ അണ്ടർസ്കോറോ ആയിരിക്കണം, അല്ലാതെ സ്പെഷ്യൽ സിമ്പലുകൾ വെച്ചിട്ടൊന്നും തുടങ്ങാൻ പാടില്ല. വൈറ്റ് സ്പേസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. അല്ലെ, സ്പേസ് ബാർ, ടാബ് അങ്ങനത്തെ ചിരിട്ടാണ്. ഇതൊന്നും തന്നെ ഇതിൽ ഉപയോഗിക്കാൻ പാടുകയില്ല. ദെൻ കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയേഴ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 48 കീവേഡ്സ്, അതൊരിക്കലും ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി. അപ്പർ കേസും ലോവർ കേസും ഈ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ എടുക്കണം. ഓക്കെ, ഇനി ലിറ്ററൽസ്. എന്ന് പറയുമ്പോൾ എന്താണ് ലിറ്ററൽസ്? ലിറ്ററൽസ് ആർ ടു റെപ്രസെൻറ്റ് ഡാറ്റ ഐറ്റംസ് ദാറ്റ് നെവർ ചേഞ്ച് ദെയർ വാല്യൂ ഡ്യൂറിങ് ദ പ്രോഗ്രാം റൺ. ലിറ്ററൽസ് എന്താണ്? റെപ്രസെൻറ്റ് ഡാറ്റ ഐറ്റംസ്. ഡാറ്റ ഐറ്റംസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവയാണ്. നെവർ ചേഞ്ച് ദെയർ വാല്യൂ ഡ്യൂറിങ് ദ പ്രോഗ്രാം റൺ. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂസ് ഒരിക്കലും മാറുകയില്ല. ദേ ആർ ഓഫൺ റെഫേർഡ് ടു ആസ് കോൺസ്റ്റൻസ്. അവയെ കോൺസ്റ്റൻസ് എന്ന പേരിൽ പറയപ്പെടുന്നു. അപ്പോൾ ലിറ്ററൽസിനെ 4 തരത്തിൽ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻറ്റിജർ ലിറ്ററൽസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്, ക്യാരക്ടർ ലിറ്ററൽസ്, സ്ട്രിംഗ് ലിറ്ററൽസ്. ഓക്കെ, അപ്പോൾ ഇൻറ്റിജർ ആകുമ്പോൾ ഇൻറ്റിജർ ടൈപ്പ്, ഇൻറ്റിജർ ആയിട്ടുള്ള വിലകളാണ് ഈ ഇൻറ്റിജർ ലിറ്ററൽസിൽ ഉൾക്കൊള്ളുന്നത്. അതിൽ പോയിന്റ് വെച്ചിട്ടുള്ള വിലകളൊന്നും തന്നെ വരികയില്ല. ഓക്കെ, ദെൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ആകുമ്പോൾ പോയിന്റ് വെച്ചിട്ടുള്ള വിലകൾ വരുന്നു. പോയിന്റ് വെച്ചിട്ടുള്ള വിലകൾ റെപ്രസെൻറ്റ് ചെയ്യാണ് ഫ്ലോട്ടിംഗ് പോയിന്റിൽ ചെയ്യുന്നത്. റിയൽ കോൺസ്റ്റൻറ്റ് ഇൻ ഫ്രാക്ഷണൽ ഫോം, ഫ്രാക്ഷണൽ പാർട്ട് ഉൾപ്പെടുന്നു. മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ് ആൻഡ് ഡെസിമൽ പോയിന്റ്. അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ് ഫ്രാക്ഷണൽ പാർട്ടിൽ 1 ഡിജിറ്റെങ്കിലും ഡെസിമൽ പോയിന്റിന് ശേഷം ഉണ്ടായിരിക്കണം.
ഓക്കെ. ദെൻ അതേപോലെ തന്നെ ക്യാരക്ടർ ലിറ്ററൽസ് ഉണ്ട്. ക്യാരക്ടർ ലിറ്ററൽസ് ആകുമ്പോൾ ക്യാരക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ക്യാരക്ടറുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിംഗിൾ കോഡ്സിൽ എം, മെയിലിനൊക്കെ എം എന്ന് ഉപയോഗിക്കുന്നു. അത് വെൻ വി വാണ്ട് ടു സ്റ്റോർ എ ലെറ്റർ കോഡ് ഫോർ ജെൻഡർ യൂഷ്വലി വി യൂസ് എഫ്. എഫ് സ്മാൾ ആവാം, ക്യാപിറ്റൽ ആവാം, സിംഗിൾ കോഡ്സിൽ സൂചിപ്പിക്കുന്നു. When we refer a single character enclosed in single quotes that never changes its value during the program run. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. വി കാൾ ഇറ്റ് ആസ് എ ക്യാരക്ടർ ലിറ്ററൽ അഥവാ ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നു. ഓക്കെ. ദെൻ അതേപോലെ തന്നെ ഇതിൽ C++ ലാംഗ്വേജ് ഹാസ് certain non-graphic character constants. Non-graphic character കോൺസ്റ്റന്റുകളും C++ ലാംഗ്വേജിൽ കണ്ടെയ്ൻ ചെയ്യുന്നു. വിച്ച് cannot be typed directly from the keyboard. കീബോർഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്കത് ടൈപ്പ് ചെയ്യാൻ സാധ്യമല്ല. സോ എസ്കേപ്പ് സീക്വൻസ്, ഈ നോൺ ഗ്രാഫിക് സിംബൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന യൂസിങ് എസ്കേപ്പ് സീക്വൻസ്. അപ്പോൾ എസ്കേപ്പ് സീക്വൻസ് എന്നുള്ള രീതിയിൽ ടേബിൾ 4.2 സൂചിപ്പിച്ചിട്ടുണ്ട്. /A ഒഡിബിൾ ബെൽ, അതായത് അലർട്ട്. /B ബാക്ക് സ്പേസ്. /F ഫോം ഫീഡ്. /N ന്യൂ ലൈൻ. /R carriage return. /T horizontal tab. /V vertical tab. // single quote. /double quote. /question mark. /0 that is null character. Then string literals. ഇപ്പോൾ ക്യാരക്ടർ ലിറ്ററൽ കഴിഞ്ഞു. ദെൻ സ്ട്രിങ് ലിറ്ററൽ നമ്മൾ എപ്പോഴും എ സീക്വൻസ് ഓഫ് വൺ ഓർ മോർ ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് വിത്തിൻ എ പെയർ ഓഫ് ഡബിൾ കോഡ്സ് ഈസ് കാൾഡ്. ഡബിൾ കോഡ്സിലെ പെയർ ഓഫ് ഡബിൾ കോഡ്സിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ വെച്ചാൽ അവയെ സ്ട്രിങ് കോൺസ്റ്റൻ്റ് എന്നാണ് പറയുക. അപ്പോൾ നമുക്കത് അതിനകത്ത് ക്യാരക്ടറുകളാവാം, അതേപോലെ തന്നെ നമ്പറുകളാവാം, അതൊക്കെ എന്താണ് വാലിഡ് സ്ട്രിങ് കോൺസ്റ്റൻസ് ആണ്. ഡബിൾ കോഡ്സിനകത്ത് കാണുന്ന അത് നമ്പർ ആയാലും ക്യാരക്ടർ ആയാലും അതെല്ലാം തന്നെ സ്ട്രിങ് കോൺസ്റ്റൻ്റ് എന്നാണ് പറയുക. ദെൻ പങ്ക്ച്വേറ്റേഴ്സ്. പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സം സ്പെഷ്യൽ സിംബൽസ് ദാറ്റ് ഹാവ് സിൻടാക്റ്റിക് ഓർ സിമാൻറ്റിക് മീനിങ് ടു ദ കമ്പൈലർ. ഒരു സ്പെഷ്യൽ സിംബലുകൾ ഉപയോഗിച്ചുകൊണ്ട് സിൻടാക്റ്റിക് ആൻഡ് സിമാൻറ്റിക് മീനിങ് കമ്പൈലർക്ക് വാക്യഘടനയിലും വാക്യങ്ങളിൽ വേണ്ട വിധത്തിൽ ഫോം ചെയ്യുന്നതിനൊക്കെ തന്നെ ഒരു പ്രത്യേക അർത്ഥം മീനിങ് കൊടുക്കുന്ന സിംബലുകളാണ്, സ്പെഷ്യൽ സിംബലുകളാണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദേ ആർ കാൾഡ് ദ പങ്ക്ച്വേറ്റേഴ്സ്. ഏതൊക്കെ വരാം? ഹാഷ് സിംബൽ, സെമിക്കോളൻ, സിംഗിൾ ക്വൊട്ടേഷൻ, ഡബിൾ ക്വൊട്ടേഷൻ, ബ്രാക്കറ്റ്സ്, ഓപ്പൺ ബ്രാക്കറ്റ്സ് ആൻഡ് ക്ലോസ്ഡ് ബ്രാക്കറ്റ്, ദെൻ ഓപ്പൺ ബ്രേസ്, ക്ലോസിംഗ് ബ്രേസ്, ഇതെല്ലാം തന്നെ പങ്ക്ച്വേറ്റേഴ്സ് എന്നുള്ള വിഭാഗത്തിൽ വരുന്നതാണ്. ദെൻ ഓപ്പറേറ്റേഴ്സ്. Operator is a symbol that tells the compiler about a specific operation. കമ്പൈലറിനോട് ഒരു സ്പെസിഫിക് ഓപ്പറേഷന് തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്ന സിംബലുകളാണ് ഓപ്പറേറ്റർ. ദേ ആർ ദ ടോക്കൺസ് ദാറ്റ് ട്രിഗർ സം കൈൻഡ് ഓഫ് ഓപ്പറേഷൻ. ആ ടോക്കൺ ഉപയോഗിച്ചുകൊണ്ട് ചില കൈൻഡ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു. ദ ഓപ്പറേറ്റർ ഈസ് അപ്ലൈഡ് ഓൺ എ സെറ്റ് ഓഫ് ഡാറ്റ കാൾഡ് ഓപ്പറാൻസ്. സെറ്റ് ഓഫ് ഡാറ്റയ്ക്ക് മുകളിൽ ഈ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ പറയുന്നതാണ് ഓപ്പറാൻസ്. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് C++ൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സിൻ്റെ അരിത്തമെറ്റിക്, റിലേഷണൽ, ലോജിക്കൽ, അസൈൻമെൻറ്റ്, കണ്ടീഷണൽ എന്നിവയൊക്കെ ഇതിനകത്ത് വരുന്ന ഓപ്പറേറ്റേഴ്സാണ്. ദെൻ അടുത്ത സെക്ഷനിലൊരു ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഓപ്പറേറ്റേഴ്സിനെ കൂടുതലായിട്ട് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം. ഇനി ഐഡിയുടെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. നമുക്ക് സാധാരണയായിട്ട് GCC, ഇപ്പോൾ GCC ആണ്, GCC, ബോർലാൻഡ് C++, ടർബോ C++ എന്നിവയൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ളത് GCC വിത്ത് ജീനി IDE ആണ്.
എങ്ങനെയാണ് അത് എടുക്കുന്നത്? ആപ്ലിക്കേഷൻസ് മെനു, ഉബുണ്ടു ലിനക്സിലെ ആപ്ലിക്കേഷൻസ്, പ്രോഗ്രാമിംഗ്, ജീനി, ആ ഒരു പ്രോസസ്സിലാണ്, ആ ഒരു സ്റ്റെപ്പിലായിട്ടാണ് ഇത് നമ്മുടെ ഈ ഇൻ്റർഫേസ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ന്യൂ അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ എന്നുള്ളത് അടിക്കുന്നു. അപ്പോൾ ആ ന്യൂവിൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്കവിടെ കോഡുകൾ അടിക്കാം. അതിനുശേഷം സേവിങ് ദ പ്രോഗ്രാം സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഫയൽ നെയിം കൊടുക്കുക, .cpp എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുക്കണം. അങ്ങനെയാണ് നമുക്കൊരു പ്രോഗ്രാമിനെ അവിടെ ഇതിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഫയൽ മെനു ആൻഡ് സെലക്ട് സേവ് ഓപ്ഷൻ, യൂസ് ദ കീബോർഡ് ഷോർട്ട് കട്ട് Ctrl+S. സേവിന് Ctrl+ എന്നുള്ള ഷോർട്ട് കട്ടും ഉപയോഗിക്കാം. ഓക്കെ, കമ്പൈലിംഗ് ആൻഡ് ലിങ്കിങ് വരുന്നത് നമുക്ക് ഫോർ ദിസ് ചൂസ് ബിൽഡ് മെനു ആൻഡ് സെലക്ട് കമ്പൈൽ ഓപ്ഷൻ. Then after successful compilation, choose build menu and select build option. അതിൽ നിന്ന് ബിൽഡ് മെനുവിൽ നിന്ന് ബിൽഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ ക്ലിക്ക് ദ ബിൽഡ് ബട്ടൺ ഉണ്ട്, ആ ബിൽഡ് ബട്ടൺ സെലക്ട് ചെയ്യാം. ദെൻ റണ്ണിങ്, അടുത്ത സ്റ്റെപ്പ് വരുന്നത് റണ്ണിങ് എന്ന ചൂസ് ബിൽഡ് മെനു ആൻഡ് സെലക്ട് എക്സിക്യൂട്ട് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചാണ് റൺ ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദ പ്രോഗ്രാം ക്യാൻ ആൾസോ ബി എക്സിക്യൂട്ടഡ് ബൈ പ്രസ്സിംഗ് ഫങ്ഷൻ കീ F5 ഉപയോഗിച്ചും നമുക്കതിനെ എക്സിക്യൂട്ട് ചെയ്യാം. ദെൻ ക്ലോസിംഗ് ID. Once we have executed the program and desired output is obtained, it can be closed by selecting close option from file menu. ഫയൽ മെനുവിൽ നിന്നുള്ള ക്ലോസ് ഓപ്ഷൻ അല്ലെങ്കിൽ ഇൻറ്റു സിമ്പിൾ ഉണ്ട്, ആ ടൈറ്റിൽ ബാറിൽ നിന്ന് ഇൻറ്റു ആക്റ്റീവ് ടാബിൽ നിന്ന് അല്ലെങ്കിൽ ടൈറ്റിൽ ബാറിൽ നിന്ന് നമുക്ക് ഇൻറ്റു എന്നുള്ള മെനു അതെടുത്ത് നമുക്കതിൽ നിന്ന് ക്ലോസ് ചെയ്യാം. After developing the program, we can come out the Genie IDE by using file menu and selecting quit option അല്ലെങ്കിൽ Ctrl+Q, അങ്ങനെ ക്വിറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഇതുവരെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.